രചന, അവതരണം സുഗി സുരേഷ്. പനി പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഇഞ്ചക്ഷൻ പേടിയമ്മേ, ഗുളിക എന്തെങ്കിലും മതി. കാള പോലെ വളർന്ന് നിനക്ക് ഇഞ്ചക്ഷൻ പേടിയാണെന്നോ? മിണ്ടാണ്ടിരുന്നോ, ഇല്ല ഞാൻ കുത്തുവെച്ച് ഞാൻ തരും. ഹോസ്പിറ്റലിൽ ആകെ മൊത്തം നിശബ്ദത. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് വിളിച്ചു. അനീഷ്. എടാ, നിന്നെ വിളിക്കുന്നു, എണീറ്റ് വാ. ഞാൻ മടിച്ചു ഡോക്ടറിൻ്റെ റൂമിലേക്കെത്തി. ഡോക്ടർ ആളൊരു വയസ്സനായിരുന്നു. തലയിലെ മുടി വിഗാണെന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. മൂക്കിന്റെ പാലത്തിൽ കൊണ്ടുവച്ചേക്കുന്ന ഒരു കണ്ണാടി മുഖത്തുണ്ട്. ചെന്ന് കയറിയ സമയത്ത് തന്നെ ഡോക്ടർ എന്നോടും അമ്മയോടും പറഞ്ഞു അവിടെ ഇരിക്കാനെന്ന്. എന്തു പറ്റി അനീഷ്? ഡോക്ടർ ചോദിച്ചു. അവൻ ഇന്നലെ തൊട്ടേ ചെറിയ പനിയും ചുമയും ഒക്കെ ആയിരുന്നു ഡോക്ടറെ. ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചാൽ വരില്ല, അവൻ ഇഞ്ചക്ഷൻ പേടിയാണെന്ന് പോലോ. ആ സമയത്ത് തന്നെ അടുത്ത് നിൽക്കുന്ന നേഴ്സിന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു. ആ ഒരു പുഞ്ചിരിയിലാണ് ഞാൻ അവളെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് കണ്ടാൽ ഒരു ആനച്ചന്തം പോലെ തോന്നുമെങ്കിലും കാണാൻ വല്ലാത്തൊരു സുന്ദരി തന്നെയാണ്. അനീഷ് ഈ കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ കിടന്ന് പേടിക്കൊന്നും വേണ്ട. അതൊരു ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും. കേട്ടിട്ടുണ്ട് ഡോക്ടറെ, കേട്ടിട്ടുണ്ട്, ഞാൻ മനസ്സിൽ പറഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ മെഡിസിൻ എഴുതിയ പേപ്പർ ഡോക്ടർ ആ ഒരു നേഴ്സ് പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തു. വരൂ, നേഴ്സ് അമ്മയോടും എന്നോടും പറഞ്ഞു. ഇഞ്ചക്ഷൻ ഉണ്ട്, അവിടെ കിടന്നോളൂ കേട്ടോ എന്നവൾ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ സമയം എൻ്റെ മുഖത്തെ ഭാവമാറ്റം കണ്ടപ്പോൾ അവൾക്ക് ചിരി പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഞാൻ മനസ്സോടെ ആ ബെഡിൽ പോയിരുന്നു. എന്നെ അവിടെ ഇരുത്തിയിട്ട് അമ്മ വെളിയിലോട്ട് എവിടേക്ക് പോകുന്നു. അമ്മ എങ്ങോട്ടായി പോകുന്നേ? എടാ, മരുന്ന് വാങ്ങിക്കണ്ടേ, ഞാൻ പോയി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അമ്മ പുറത്തേക്ക് ഇറങ്ങി നടന്നു. അതേസമയം തന്നെ നേഴ്സ് ഒരു ചെറിയ സിറിഞ്ചും പിന്നെ ഇഞ്ചക്ഷൻ എടുക്കാനുള്ളൊരു മരുന്നുമായിട്ട് വന്നു. എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഇതിപ്പം കഴിയും. എന്നിട്ടും എൻ്റെ മുഖത്ത് ഭാവമാറ്റങ്ങൾ കണ്ടപ്പോൾ എന്തിനെങ്ങനെ പേടിക്കുന്നേ? അപ്പോൾ ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞു, പേടിയൊന്നുമില്ല, ചെറിയൊരു ടെൻഷൻ. പേടിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചെടുത്തോളാം. ഏണിനാണ്, തിരിഞ്ഞു കിടന്നോളൂ. അയ്യോ, കൈ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ തർക്കിച്ചുകൊണ്ടിരുന്നു. ഇത് കയ്യിലെടുക്കുന്നതല്ല എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു കിടത്തി. തിരിഞ്ഞു കിടന്നോ, ബലം പിടിക്കല്ലേ. ഞാൻ ഒന്നും അറിയാതെ അങ്ങനെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒന്ന് കൊള്ളുന്ന പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. അത് പെട്ടെന്ന് കഴിയുകയും ചെയ്തു.